ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. SSLC +1 +2 വിദ്യാർത്ഥികൾ ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. പരീക്ഷയിൽ നിങ്ങൾ ശ്രമിക്കാതെ ആരും തോൽക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഈ വീഡിയോയിൽ തരും. എന്തുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, നിങ്ങളുടെ പരീക്ഷയിൽ ആശ്വാസവും സന്തോഷവും നൽകുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ പരീക്ഷയിൽ പ്രയോഗിക്കാമെന്നും. സോ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഉപകാരപ്രദമായാൽ നിങ്ങളുടെ പാരൻസിലേക്കും അതുപോലെ തന്നെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക, അവർക്കും കൂടി ആശ്വാസമാവട്ടെ. ഒന്നാമത്തെ കാര്യം, SSLCയിൽ നിങ്ങളുടെ പാസ് മാർക്ക് എന്ന് പറയുന്നത് 30%. മനസ്സിലായോ? കൃത്യമായിട്ട് പറഞ്ഞാൽ 80 മാർക്കിനുള്ള പരീക്ഷയിൽ 20 മാർക്കിൻ്റെ സിയും കൂടി ചേർത്തിട്ട് 100ലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 30 മാർക്കാണ് നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടത്. ഓക്കെ, മനസ്സിലായി? പാസ് മാർക്ക്. ഇനി 40 മാർക്കിൻ്റെ പരീക്ഷയിൽ എത്ര വേണം നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം. 40ഉം 10ൻ്റെ സി മാർക്കും 50 നോക്കുമ്പോൾ 15 മാർക്കോ അതിൽ കൂടുതലോ വേണം. ഇനി നമുക്കൊരു സിനാരിയോ നോക്കാം. നിങ്ങൾ മോഡൽ എക്സാം ഓൾറെഡി എഴുതി കഴിഞ്ഞവരാണ്. ഏതൊക്കെ പാഠഭാഗങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നു എന്നും എങ്ങനെയായിരുന്നു എന്നും നിങ്ങൾക്ക് സമയം തികഞ്ഞോ എഴുതാൻ പറ്റിയോ എന്നൊക്കെ ഏകദേശം അനാലിസിസ് നടത്തി ഒരു ധാരണ കുറച്ചെങ്കിലും വന്നിട്ടുണ്ടാകും. ഇതെന്തായാലും പബ്ലിക് എക്സാമിന് മുമ്പുള്ള ഒരു ട്രെയിലായിരുന്നു. ഇനി പബ്ലിക് എക്സാമിന് സംഭവിക്കാൻ പോകുന്നത് ഇതിനേക്കാളും താഴോട്ട് എന്തായാലും പോകാൻ പോകുന്നില്ല. അത് 1% ഒന്നല്ല 100% നിങ്ങൾക്ക് ഉറപ്പിക്കാം ആ ഒരു കാര്യം. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് മോഡൽ എക്സാം എത്രത്തോളം ടഫായിരുന്നു അത്രത്തോളം ടഫാകാൻ പോകുന്നില്ല പബ്ലിക് എക്സാം എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വിദഗ്ധർ, അത് +2-നായാലും SSLCക്ക് ആയാലും പറയുന്നത്. കാരണം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ മാറിയത് കൊണ്ടും പിന്നെ ഇടയ്ക്ക് 20% കടുപ്പമാകും എന്നൊക്കെ വന്നത് അത് മന്ത്രി തന്നെ തള്ളി പറഞ്ഞതാണ്. അപ്പോൾ പുതിയ ചോദ്യ പേപ്പർ അനുസരിച്ച് ചില വിഷയങ്ങൾ ഒരു പക്ഷേ കടുപ്പമാക്കിയിട്ടുണ്ടാക്കാം മോഡൽ എക്സാമിന്. പക്ഷേ ഇനി എന്താണ്, ഇനി പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജിയോട് കൂടി പോയി കഴിഞ്ഞാൽ ആരും തോക്കാൻ പോകുന്നില്ല. ഞാൻ ഈ പറയുന്നത് പോസിറ്റീവ് സെൻസിൽ എടുക്കുക. അതായത് ഞാൻ ഈ പറഞ്ഞ 15 മാർക്കും 30 മാർക്കും 100നും 50നും മേടിക്കാൻ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്ന് ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നടത്തുക. അതായത് നിങ്ങളുടെ മോഡൽ എക്സാം ഓരോ സബ്ജക്റ്റിനും പഠിക്കുന്നതിന് മുമ്പ് ഒരു അനാലിസിസ് നടത്തുക. 1 മാർക്കിൻ്റെ ഇത്ര ക്വസ്റ്റ്യൻ, 2 മാർക്കിൻ്റെ ഇത്ര ക്വസ്റ്റ്യൻ, 4 മാർക്കിൻ്റെ ഇത്ര ക്വസ്റ്റ്യൻസ് വന്നു, 6 മാർക്കിൻ്റെ ആണെങ്കിൽ അത് ഓപ്ഷനിലായിട്ട് ഇത്ര ക്വസ്റ്റ്യൻസ് എഴുതാം. ഇതാണല്ലോ ക്രൈറ്റീരിയ. ഇനി ഓരോ ക്വസ്റ്റ്യനിലും നിങ്ങൾക്ക് എത്രമാത്രം സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് സയൻസ് സബ്ജക്റ്റ് ഏതെങ്കിലും ഒരു സയൻസ് സബ്ജക്റ്റ് തന്നെ എടുക്കുക, ഫിസിക്സ് തന്നെ എടുക്കുക. അതിൽ 1 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻസ് ആണ് വന്നത് എങ്കിൽ ആ 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റും? സിമ്പിളായിട്ട് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വെച്ച് ആ 1 വേർഡിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും. ഞാൻ പറയുന്നതിൻ്റെ പൊരുൾ മനസ്സിലാക്കുക. ദെൻ നമുക്ക് കൂടിയതിലേക്ക് വരാം. 6 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയൊക്കെ വരാം. അത് ചിലപ്പോൾ പ്രോബ്ലംസ് ആയിരിക്കാം, അല്ലെങ്കിൽ A പാർട്ട് B പാർട്ട് ആയിരിക്കാം. അങ്ങനെ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു? ഫോർ എക്സാമ്പിൾ ജസ്റ്റ് സേ ഒരു 3-4 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഞാൻ കൃത്യമായിട്ട് അനാലിസിസ് നടത്തുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എടുത്തെഴുതി അതിൻ്റെ സ്റ്റെപ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ തന്നിട്ടുള്ള ഡേറ്റ എടുത്തെഴുതുന്നതിനും അതിൽ നമ്മൾ പ്രയോഗിക്കേണ്ട ഇക്വേഷൻ പഠിക്കുന്നതിനും ആ പഠിച്ച് എഴുതുന്നതിനും മാർക്കുണ്ട്. അതായത് 6 മാർക്കിൻ്റെയോ 5 മാർക്കിൻ്റെയോ 4 മാർക്കിൻ്റെയോ ഒരു ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ നിങ്ങൾ ആദ്യത്തെ കാര്യങ്ങൾ എടുത്തെഴുതി അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷനും കൂടി എഴുതി കഴിഞ്ഞാൽ കുറഞ്ഞത് 1.5 മാർക്ക് നിങ്ങൾക്ക് ആ സബ്ജക്റ്റിലെ ആ ഒരു ക്വസ്റ്റ്യനിൽ കിട്ടും എന്നുള്ളതാണ്. അങ്ങനെ എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 3-4 ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് കൂട്ടിയിരിക്കട്ടെ. നിങ്ങൾക്ക് ഇനി ഒന്നും അറിയില്ല. 4 × 1.5 എന്ന് പറയുന്നത് 6 മാർക്കാണ്. ഞങ്ങൾക്ക് ഓൾറെഡി 5 മാർക്ക് നിങ്ങൾ 1 വേർഡ് വഴി സ്കോർ ചെയ്ത് കഴിഞ്ഞു. 5 + 6 എന്ന് പറയുന്നത് എത്രയാണ്? 11. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ രീതിയിൽ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് എത്ര മാർക്കിനുണ്ട്, അതിൽ തനിക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും എന്നുള്ളത് സ്വയം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കാതെ 15 മാർക്ക് എന്ന് പറയുന്നതും 100ൽ 30 മാർക്ക് എന്ന് പറയുന്നു, അത് എഴുതിയെടുക്കുമ്പോൾ അതിനേക്കാളും കുറയും. 24ഉം 12ഉം ആവും എന്ന് പറയുന്നത് വളരെ 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 പോസിബിളാണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് അവസാന സമയത്ത് നന്നായിട്ട് പഠിച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. ഇൻ കേസ് അതൊന്നും കിട്ടിയില്ല എങ്കിൽ പോലും തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതി. ഇപ്പോൾ ഒരു ഇംഗ്ലീഷിൽ ഒരു ഇൻട്രഡക്ഷൻ നിങ്ങൾ ചെയ്യാൻ പറ്റുക. ഇംഗ്ലീഷിൽ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഇൻട്രഡക്ഷൻ അങ്ങ് ബൈ ഹാർട്ട് പഠിച്ച് വയ്ക്കുക. നിങ്ങൾ ഇനി അതിൽ നിന്ന് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും ഇൻ കേസ് അത് എഴുതാൻ പറ്റിയില്ലെങ്കിലും ആ ഇൻട്രഡക്ഷൻ എഴുതി വെക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. മാത്സിലെ എല്ലാ ചാപ്റ്ററിലെയും ഇക്വേഷൻ പഠിച്ച് വയ്ക്കുക. നിങ്ങൾക്ക് ഇനി വേറെ ഒന്നും അവസാനം ഹെൽപ്ലെസ് ആയിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആ ചാപ്റ്ററിൽ നിന്ന് പഠിച്ച ഇക്വേഷൻസും ബാക്കി കാര്യങ്ങളും എഴുതി വെക്കുക എന്നുള്ളതാണ്. ഈ രീതിയിൽ വെച്ചാൽ തന്നെ ടീച്ചർമാർ ഓരോ ക്വസ്റ്റ്യനും അറ്റ്ലീസ്റ്റ് 1 മാർക്ക് വെച്ച് തരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം ആ കുട്ടിക്ക് ആ പാഠത്തെക്കുറിച്ച് ഒരു ധാരണയുണ്ട് എന്ന് മനസ്സിലാകും. അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, അതിൻ്റെ കോമ്പിനേഷൻസും അതിൻ്റെ പ്രധാനപ്പെട്ട ഇക്വേഷൻസും ഫോർമുലാസും പഠിച്ചു വെച്ചാൽ തന്നെ ഈ പാസ് മാർക്ക് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കണ്ണും പൂട്ടി എഴുതി മേടിക്കാൻ പറ്റുന്ന സ്കോറാണ്
സോ ഇത് എത്രത്തോളം പേർക്ക് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ ഇനി അങ്ങോട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ലഭിച്ച മോഡൽ എക്സാമിനെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഈ പ്രോപ്പറായിട്ട് ഇനി സ്റ്റഡി ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു അനാലിസിസ് നടത്തി എങ്ങനെ പാസ് മാർക്കിലേക്ക് എത്തിക്കാം. A+ ഒക്കെ സ്വപ്നം കാണുന്നവരാണെങ്കിൽ ആ ലെവലിലേക്ക് പോവുക. ഞാൻ ജസ്റ്റ് പറഞ്ഞത് ഈ പാസ് മാർക്ക് എത്തിക്കാൻ കഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികളോടാണ്. തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർത്തുന്നു. ബൈ.